Dear students, now we wish to discuss UTM, Universal Testing Machine. ഇതിനകത്ത് ഇതിനെക്കൊണ്ട് നമുക്ക് ടെൻഷൻ ടെസ്റ്റ് നടത്തുക, കംപ്രഷൻ ടെസ്റ്റ് നടത്തുക, അതുപോലെ ബെൻഡിങ് ടെസ്റ്റ് നടത്തുക, ഹാർഡ്നെസ് ടെസ്റ്റ് നടത്തുക. ഇതിനകത്ത് ഇത് ഇൻ്റർമീഡിയറ്റ് ക്രോസ് ഹെഡാണ്. ഇത് അപ്പർ ക്രോസ് ഹെഡ്, ഇത് ലോവർ ക്രോസ് ഹെഡ്. ഇത് രണ്ടും മൂവബിളാണ്. ഇത് സ്റ്റാറ്റിക് ആണ്. ഇത് പക്ഷേ മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേങ്കിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് മൂവ് ആവില്ല. ഓക്കെ. The universal testing machine consists of two main parts, loading unit and control panel. Controlling unit. ഇതാണ് control unit, ഇത് loading unit. Okay. It consists of robust base, the center of which is fitted the main cylinder and piston. The loading unit consists of a robust base and the fitted the main cylinder and piston. ഇതിനകത്ത് ഇതിലൂടെയാണ് ഇതിന് ഹൈഡ്രോളിക് ആണ് ഈ മെഷീന്. ഹൈഡ്രോളിക് പവർ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിലൂടെയാണ് ഹൈഡ്രോളിക് പ്രഷർ വരുന്നത്. ഇവിടെ ക്രോസ് ഉണ്ടോ, ഇത് രണ്ട് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതായി മുകളിലത്തെ ഇതും ഇപ്പുറം ക്രോസ് ആയിട്ട് ഈ ത്രെഡുള്ള അതിനെ സ്ക്വയർ ത്രെഡാണ്. അത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് ക്രോസ് ഹെഡുമായിട്ട്. മറ്റേ അപ്പർ ക്രോസ് ഹെഡും ലോവർ ക്രോസ് ഹെഡ്, അപ്പർ ക്രോസ് ഹെഡ് നമ്മുടെ ഈ ഹൈഡ്രോളിക് സിലിണ്ടറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. A rigid frame consists of the lower table, the upper head and the two strike columns is connected to this piston through a ball and socket joint. A pair of screwed columns mounted on the base pass through the main nuts to support the lower cross head. ഇവിടെ ഈ ലോവർ ക്രോസ് ഹെഡ് വേറെ കണക്ഷനാണ്. അപ്പർ ക്രോസ് ഹെഡ് കണക്ട് ചെയ്യാനാണ് ഈ സിലിണ്ടർ, ഹൈഡ്രോളിക് സിലിണ്ടറുള്ളത്. ഇതിനകത്ത് ഇവിടെ പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ടെസ്റ്റ് എടുത്താൽ ഇപ്പോൾ സിവിലിൽ യൂസ് ചെയ്യുന്ന കമ്പിയില്ലേ, റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ, അത് യൂസ് ചെയ്ത് നമുക്ക് ടെൻഷൻ ടെസ്റ്റ് എടുത്താൽ ഇനിയിപ്പോൾ ബീമാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെക്ചർ അല്ലെങ്കിൽ ബെൻഡിങ് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഈ ബേസ് മാറ്റി കഴിഞ്ഞാൽ, അതിൻ്റെ ഈ ബേസ് ഇതാക്കി കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗുകാരുണ്ടാകുന്ന ക്യൂബില്ലേ, അത് കംപ്രഷൻ നടത്തിയിട്ട് അത് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ടെസ്റ്റൊക്കെ നടത്തുക. അതുപോലെ നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് നടത്തി, ഹാർഡ്നെസ് ടെസ്റ്റും ഇതിൻ്റെ ഈ വൈസ് മാറ്റിക്കഴിഞ്ഞാൽ നടത്താൻ പറ്റും. ഈ വൈസിനകത്താണ് നമ്മൾ പീസ് പിടിക്കുക. എന്നിട്ട് നമ്മൾ ലോഡ് ഇവിടെ കൊടുക്കും. ഇവിടെ ലോഡ് സിലിണ്ടർ ആക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇവിടെ സ്വിച്ച് ഓൺ ഓഫ് ആക്കാനുള്ള, ഇത് അറേഞ്ച് ചെയ്യാനുള്ള, ഇത് അറേഞ്ച് ചെയ്യുന്ന ഈ സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഏത് സ്വിച്ച്? ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇത് വാൾവാണ്, ഓപ്പൺ വാൾവ്, ക്ലോസ് വാൾവ്, അതാണ് സംഭവം. ഈ സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ സ്ക്രൂ ഉള്ള ഇതിലൂടെ ഇത് മൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വർക്ക് പീസ് സെറ്റ് ചെയ്യും. എന്നിട്ടാണ് ലോഡ് അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇതാണ് ഇത് നമ്മളെ സിലിണ്ടർ, ഇത് ലോഡ് കൊടുക്കുന്ന സംഭവമാണ്. ഇത് സ്ക്വയറിലൂടെ അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത്. ഇത് ഓണും ഓഫും റെഡിയല്ലേ. പിന്നെ കൺട്രോൾ പാനൽ, ഇത് സിലിണ്ടറിലേക്ക് ഹൈഡ്രോളിക് പ്രഷർ വരാനുള്ള സ്വിച്ച് വാൾവാണ്. ഇത് രണ്ടും. ഇത് പിന്നെ സ്വിച്ചസ് അപ്പ് ആൻഡ് ഡൗൺ ആക്കാനുള്ള. അപ്പ് ആൻഡ് ഡൗൺ മീൻസ് അതിൻ്റെ സ്ക്വയർ ത്രെഡിൻ്റെ ഇതിലൂടെ അപ്പ് ആൻഡ് ഡൗൺ ഇൻ്റർമീഡിയറ്റ് ക്രോസ് ഹെഡ് പോകുന്നത്. പിന്നെ ക്രോസ് ഹെഡ് എന്ന് പറയാൻ കാരണം അത് ക്രോസ് ആയിട്ടാണ് നിൽക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇത് ക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെയും ക്രോസ് ആണ്, ഇവിടെയും മുകളിലും ക്രോസ് ആയിട്ടാണ്. Through ball and socket joint, a pair of screwed columns is connected to this piston through a ball and socket joint. Pair of screwed columns. This crosshead is moved up or down when the screwed columns are rotated by a geared motor fitted to the base. അതിൻ്റെ ബേസിൽ ഒരു ഗിയർഡ് മോട്ടർ ഉണ്ട്. ആ മോട്ടർ ഇതാക്കുന്നതിനനുസരിച്ച് ഈ ത്രെഡിലൂടെയാണ് ഈ ഇൻ്റർമീഡിയറ്റ് ക്രോസ് ഹെഡ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ
ഇതിലാണ് നമ്മൾ ബീമൊക്കെ വെക്കുക. ബീം വെച്ചിട്ട് കംപ്രഷൻ അല്ല ഇത് ഫ്ലക്ഷറും ഫ്ലക്ഷർ അല്ലെങ്കിൽ ബെൻഡിങ് എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ നിന്ന് ലോഡ് കൊടുക്കും. കണ്ടോ ഈ പീസ് ഈ ബീം വെക്കാനുള്ള ഇതാണിത്. 2 സപ്പോർട്ട് ഉണ്ട് അവിടെ. അപ്പോൾ അതിനകത്താണ് ബീം വെക്കുക. ഈ കൺട്രോൾ പാനൽ കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രോളിക് പവറാണ് യൂണിറ്റ്, ലോഡ് മെഷറിംഗ് യൂണിറ്റ് ആൻഡ് ദി കൺട്രോൾ ഡിവൈസ്. ഇത് ലോഡ് മെഷറിംഗ് യൂണിറ്റാണ്. ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് 2 സൂചി ഉണ്ടാവും. ഒന്ന് ലോഡിൽ പോയി നിൽക്കും, ബാക്കി ഡമ്മി അത് പൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് വരും. പിന്നെ ഇതിൽ പല റേഞ്ചസ് ഉണ്ട്, നമുക്ക് കോളേജിൽ ചെയ്യുമ്പോൾ നോക്കാം. ഇത് അതിൻ്റെ വാൾവ് ഓപ്പണും ക്ലോസും ആക്കാനുള്ളതാണ്. ഇത് പിന്നെ മെഷീൻ ഓൺ ആക്കാനുള്ളതാണ്. ഹൈഡ്രോളിക് പവർ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രോളിക് പമ്പ് ഉണ്ട് അതിനകത്ത്. പമ്പ് ഈസ് ഓഫ് റെസിപ്രോക്കേറ്റീവ് ടൈപ്പ് ഹാവിങ് സെറ്റ് ഓഫ് പ്ലഞ്ചേഴ്സ് വിച്ച് അഷ്യൂർ എ കണ്ടിന്യൂസ് നോൺ പൾസേറ്റിംഗ് ഓയിൽ ഫ്ലോ. നോൺ പൾസേറ്റിംഗ് യൂണിഫോംലി ലോഡ് പോകാനും വേണ്ടി നോൺ പൾസേറ്റിംഗ് ഓയിൽ ഫ്ലോ ഉണ്ടാകുക ഇൻറ്റു ദി മെയിൻ സിലിണ്ടർ ഫോർ എ സ്മൂത്ത് അപ്ലിക്കേഷൻ ഓഫ് ദി ലെസ് ലോഡ് ഓൺ ദി സ്പെസിഫിക്. ഹൈഡ്രോളിക് ലൈൻസ് ഓഫ് ദി യൂണിറ്റ് ആർ ഓഫ് special design to enable them to perform various functions. ഇനി ഉള്ള ലോഡ് മെഷറിംഗ് യൂണിറ്റ് ആണ്. ലോഡ് മെഷറിംഗ് യൂണിറ്റ് in essence is a pendulum dynamometer unit. A pendulum dynamometer unit, it has a small cylinder in which a piston moves in phase with the main piston under the same oil pressure. A simple pendulum connected with this small piston by a pivot lever, thus the deflects the accordance with the load on the specimen and the pivot ratio. നമ്മുടെ കംപ്രഷൻ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ നമ്മൾ അയച്ചിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു പെൻഡുലം കണ്ടിരുന്നു അതിനകത്ത്. അതുപോലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ലോഡ് ഇതിനനുസരിച്ച് ഇതിനകത്ത് റീഡിങ് വരും. ആ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിൽ അത് നിൽക്കും. എന്നിട്ട് ഈ ഡമ്മി പോയിന്റ് ഇതോടെ നിൽക്കും. ബാക്കിയുള്ളത് തിരിച്ചെന്നെ വരും, 0 വരും. സ്പെസിമെൻ സെറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സ്പെസിമെൻ 2 തട്ടിച്ച് വെച്ചിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് ലോഡ് അപ്ലൈ ചെയ്യുക, 0 സെറ്റ് ചെയ്തിട്ട്. എന്നിട്ട് പൊട്ടുന്ന ബ്രേക്കിംഗ് പോയിന്റ് എടുക്കുക. ഇതിൽ 4 റേഞ്ചസ് ഉണ്ട്. 0 to 100 കിലോമീറ്ററും, 0 to 250 കിലോമീറ്ററും, 0 to 500 കിലോമീറ്ററും നമുക്കിത് സെറ്റ് ചെയ്യാം. പിന്നെ 0 to 1000 കിലോമീറ്ററും ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു നോബ് ഉണ്ട്. ആ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോബ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്യൽ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി കൺട്രോൾ ഡിവൈസ് ഇൻക്ലൂഡ്സ് electric control devices, which hydraulic control devices and the load indicating device. The electric control devices are in the form of 4 screws set on the left side of the panel face. The upper and lower push switches are for moving the lower closet up and down respectively. The remaining 2 are on and off switches for the hydraulic pump. ഇതാണ് കൺട്രോളിങ്. ഇതിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ മുകളിലേക്കും താഴേക്കും മെഷീൻ ഓൺ ആക്കാനുള്ള സ്വിച്ചസ് ആണ് ഇതിനകത്തുള്ളത്. ഇപ്പുറം ഇത് ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കാനുള്ള വാൾവ്സ് ആണ്. പറഞ്ഞ അത്ര തന്നെ ഉള്ളൂ. പിന്നെ ലോഡ് ഇൻഡിക്കേറ്റിംഗ് ഡിവൈസസ് കൺസിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് ഇൻഫ്ലേറ്റിംഗ് ഡയൽ പ്ലേസ്ഡ് ബിഹൈൻഡ് എ ലോഡ് ഇൻഡിക്കേറ്റിംഗ് ഡയൽ. ദി ഫോർമർ sets itself to the range selected and the range adjusting knob is turned. Load on the specimen at any stage is indicated by the load pointer, which moves over the load indicating dial and carries forward with the dummy. അതന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡമ്മി അവിടെ നിൽക്കും, ഇത് തിരിച്ചു വരും. ആ ഡമ്മിയിൽ വരുന്ന ഇതാണ് നമുക്ക് ഈ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്തവർക്ക് അറിയാം, അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇതിലൊരു പെൻസിൽ ഫിറ്റ് ചെയ്താൽ ഈ ഗ്രാഫിലും ഒരു ഗ്രാഫ് കിട്ടും നമുക്ക്. ഡയറക്റ്റ് ഗ്രാഫ് ഇതിൽ നിന്ന് കിട്ടും. ഗ്രാഫ് പേപ്പർ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഈസ് എ മെഷീൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം സ്റ്റാൻഡേർഡ് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ടെസ്റ്റ് ഓൺ ദി മെറ്റീരിയൽ കമ്പോണൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. പിന്നെ ഇതിനകത്ത് ടെൻസൈലും കംപ്രഷനും ഇതിൽ
നടത്താൻ നമ്മൾ മറ്റേ ഇത് നടത്തുന്നുണ്ട്, വെൽഡഡ് ജോയിൻറ്റിൻ്റെ ടെൻഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് മെഷീൻ നമുക്ക് കോളേജ് തുറന്നിട്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം ഫോളോയിങ് ടെൻസൈൽ, കംപ്രഷൻ ആൻഡ് ഷിയറും നടത്താം. അതുപോലെ ബെൻഡിങ് നടത്താം. ഇവിടെ ഉണ്ട് 2 സപ്പോർട്ടുള്ള സംഭവം കണ്ടില്ലാണ്. അതിനകത്തിട്ട് ബീം വെച്ച സിവിലുകാരുണ്ടാക്കുന്ന ബീം ഉണ്ട്, അല്ലെങ്കിൽ മരക്കഷ്ണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പെസിമൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇത് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബെൻഡിങ് ടെസ്റ്റ് നടത്താം. അത് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയും ടെസ്റ്റ് ഇതിൽ ഒറ്റ മെഷീനിൽ നടത്തുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നു. ഓക്കെ, ലോഡിങ് യൂണിറ്റ് ഉണ്ട്, ലോഡ് ഫ്രെയിം, ലോഡ് സെല്ല്, ക്രോസ് ഹെഡ് ഉണ്ട്. കൺട്രോൾ പാനലിൽ ഹൈഡ്രോളിക് പവർ യൂണിറ്റും ലോഡ് മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. കൺട്രോൾ ഡിവൈസ്, ഇലക്ട്രിക് കൺട്രോൾ ഡിവൈസ്, ഹൈഡ്രോളിക് കൺട്രോൾ ഡിവൈസ്, ലോഡ് ഇൻഡിക്കേറ്റിംഗ് ഡിവൈസ്. കൺട്രോൾ പാനൽ കംപ്രസർ, പവർ പാക്ക്, കൺട്രോൾ ബോക്സ്, പെൻഡുലം, ഡൈനാമോമീറ്റർ. ഞാൻ പറഞ്ഞില്ലേ പെൻഡുലം അറേഞ്ച്മെൻ്റ് ആണ്. ഇതിൽ ലോഡ് വരുന്നതിനനുസരിച്ച് ഈ മെഷീനകത്ത് അല്ലെങ്കിൽ ഈ മെഷീനകത്ത് ഒരു പെൻഡുലം ടൈപ്പ് സാധനം ഉണ്ടോ, അതാണ് ഇങ്ങനെ ഡൊക്ടേറ്റ് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ വരും. ആ ഡയൽ ഡമ്മി അവിടെ നോക്കും. ആ റീഡിംഗ് ആണ്. നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ അയച്ചിരുന്നു. അതിനകത്ത് അരുണൊക്കെ അയച്ചത്. അപ്പോൾ അതിനകത്ത് പെൻഡുലം കണ്ടായിരുന്നു. അതുപോലെയുള്ള അറേഞ്ച്മെൻ്റാണ് ഇതിനകത്തുള്ളത്. ഓട്ടോഗ്രാഫ് റെക്കോർഡർ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഓട്ടോഗ്രാഫ് റെക്കോർഡർ ഈ സാധനം. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോഡ് കൺട്രോൾഡ് മെഷീൻ ആൻഡ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലോങ്ങേഷൻ ഓർ ഡീഫോർമേഷൻ ഓഫ് മെറ്റീരിയൽ ഓൺ ദി അപ്ലിക്കേഷൻ ഓഫ് ലോഡ്. അതായത് ലോഡ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇലോങ്ങേഷൻ ഉണ്ടാകുന്ന ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ലോഡ് കൺട്രോൾഡ് മെഷീൻ ആൻഡ് വർക്ക്സ്. അത് ലോഡ് കൺട്രോൾ ചെയ്യുന്ന ഡിവൈസാണ്. പിന്നെ അത് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇലോങ്ങേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇലോങ്ങേഷൻ ഉണ്ടാകുന്ന ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. ബാക്കി നമ്മൾ ടെൻഷൻ ടെസ്റ്റ് എടുത്തുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾക്ക് നടത്താനുള്ള വെൽഡഡ് ജോയിൻറ്റിലുള്ള ടെൻഷൻ ടെസ്റ്റാണ് നിങ്ങളെ ഇതിനകത്തുള്ളത്. എഴുതിയിട്ടുണ്ടാവും ടെൻഷൻ ടെസ്റ്റ് ഓൺ വെൽഡഡ് ജോയിൻറ്റ്. പിന്നെ ടെൻഷൻ ടെസ്റ്റ് ഉണ്ട്, സാധാ ഇതിമുള്ള ടെൻഷൻ ടെസ്റ്റും ഉണ്ട്. അതുപോലെ വെൽഡഡ് ജോയിൻറ്റിനുള്ള ടെൻഷൻ ടെസ്റ്റും ഉണ്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കോളേജ് തുറന്നിട്ട് പറ്റുകയാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അത് എഴുതാൻ പറയുമ്പോൾ അതിൻ്റെ സാധനം ഇതിൻ്റെ വീഡിയോ വിട്ടുതരാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അപ്പർ ക്രോസ് ഹെഡ് ഉണ്ട്. ഒന്നാമത്തെ അപ്പർ ക്രോസ് ഹെഡാണ് ഇത്. അപ്പർ ക്രോസ് ഹെഡ് കോളം ഉണ്ട്. കോളം എന്ന് പറഞ്ഞാൽ ആ അപ്പുറത്തെ ഫിഗറിൽ കറക്റ്റാണ്. ലോവർ ക്രോസ് ഹെഡ് ഉണ്ട്. ഇവിടെ ക്രോസ് ഹെഡ് ഉണ്ടാവും. ഇത് ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ലോവർ ക്രോസ് ഹെഡ് ടേബിൾ ഉണ്ട്. ഇതാണ് ടേബിൾ. ലോഡ് പേസർ നോബ്, ലോഡ് പേസർ സ്വിച്ച്, സീറോ അഡ്ജസ്റ്റിംഗ് നോബ്, ക്രോസ് ഹെഡ് അഡ്ജസ്റ്റിംഗ് നോബ്, റേഞ്ച് സെലക്ടർ, ഡയൽ, ഹാൻഡിൽ ഫോർ ഗ്രിപ്പ്, അങ്ങനെയുള്ള പാർട്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പാർട്സൊക്കെ ഉണ്ട്. അതുപോലെ ഇതതിൻ്റെ എനിക്ക് തന്നെ ഇതാണ് എന്ത് പ്രൊസീജിയറാണ്. അത് തന്നെയാണ്. പിന്നെ ഇതാണ് യൂണിവേഴ്സൽ ടെസ്റ്റ് മെഷീൻ, സ്റ്റാൻഡേർഡ് ടെൻസൈൽ ആൻഡ് കംപ്രഷൻ ടെസ്റ്റ്, കമ്പോണൻറ്റ് പാർട്സ്, കൺട്രോൾ പാനൽ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.